കേശവൻ നമ്പൂതിരി. ഇന്ദുലേഖയ്ക്കോ? ചെറുശ്ശേരി നമ്പൂതിരി. അതെ, ഇന്ദുലേഖയ്ക്ക്. അപ്പോൾ കേശവൻ നമ്പൂതിരിയുടെ മുഖം കാണേണ്ടതായിരുന്നു. മുഖത്ത് ഒരു കട്ടാരം കൊണ്ട് കുത്തിയാൽ ഒരു തുള്ളി ചോര കാണുകയില്ല. കുറേ നേരം ഒന്നും മിണ്ടാതെ നിന്നു. ഒടുവിൽ കേശവൻ നമ്പൂതിരി, ഇന്ദുലേഖയ്ക്ക് അനുരാഗം എന്തോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷ് പഠിച്ച സ്ത്രീകളുടെ സ്വഭാവം നോക്കൊന്നും മനസ്സിലാവില്ല എന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായി. പഞ്ചുമേനോൻ ഈ ത്രിഭുവനത്തിൽ ഒരാളെ പേടിയില്ലാത്ത ആളാണ്. അയാൾ തൻ്റെ പൗത്രിയായ ഈ ചെറു പെങ്കിടാവിനെ പേടിച്ച് കിടുകിട വിറയ്ക്കുന്നു. നമ്പൂതിരി മഹാകേമനായിട്ടുള്ള ആളല്ലേ? അദ്ദേഹത്തെ കണ്ടാലെങ്കിലും ഒന്ന് ഒതുങ്ങുമെന്ന് ഞാൻ വിചാരിച്ചു പോയി. ഇത് തെറ്റായ ധാരണയാണെന്ന് എനിക്ക് ഇപ്പോൾ കുറേശ്ശെ തോന്നിത്തുടങ്ങി. എന്തോ നിശ്ചയിക്കാറായിട്ടില്ല. എനിക്ക് ഇംഗ്ലീഷ് മാതിരി ഒന്നും നിശ്ചയമില്ല ചെറുശ്ശേരി. സർക്കാർ ആളുകളിൽ നൂൽക്കമ്പിനി തിരിക്കുന്ന ഒരു സായ്വിനെ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ. ചെറുശ്ശേരി ഇതുകേട്ട് വല്ലാതെ ഉറക്കെ ചിരിച്ചുപോയി. ഒരു നിമിഷം ഒന്നായി ചിരിച്ച ശേഷം ചെറുശ്ശേരി നമ്പൂതിരി, നമ്പൂതിരിക്ക് ഇന്ദുലേഖയെ കിട്ടുമോ ഇല്ലയോ? അത് പറയൂ. കേശവൻ നമ്പൂതിരി, അത് പറയാറായില്ല. ഇന്നത്തെ രാത്രി കഴിഞ്ഞാൽ ഞാൻ പറയാം. ഞാൻ ഈ കുട്ടിയുടെ വിഷമതകൾ ഒന്നും അറിഞ്ഞില്ല ചെറുശ്ശേരി. ചെറുശ്ശേരി നമ്പൂതിരി, കുട്ടിക്ക് വിഷമതയോ? വിഷമത ഒന്നുമില്ല. ഇവർ ഇങ്ങനെ പറഞ്ഞും കൊണ്ടിരിക്കുമ്പോൾ നമ്പൂതിരിപ്പാട് കുളി കഴിഞ്ഞെത്തി. ശ്ലോകം മടക്കിയത് വിചാരിച്ചിട്ട് നമ്പൂതിരിപ്പാട്ടിലേക്കും മനസ്സിൽ നല്ല ഉത്സാഹം ഉണ്ടായിരുന്നില്ല. എങ്കിലും ഇന്ദുലേഖയുടെ രൂപം ധ്യാനിക്കുക തന്നെയായിരുന്നു മനസ്സുകൊണ്ട് ചെയ്തിരുന്നത്. മുഷിഞ്ഞാൽ മുഷിഞ്ഞോട്ടെ, 9 മണിക്ക് കാണാമല്ലോ, കണ്ടുകൊണ്ടിരുന്നാൽ മതി, സംസാരിച്ചില്ലെങ്കിലും വേണ്ടതില്ല എന്നുള്ള ദിക്കായിരുന്നു നമ്പൂതിരിപ്പാട്ടിലേക്ക്. ഊൺ കഴിഞ്ഞ ശേഷം നമ്പൂതിരിപ്പാടും മറ്റും പൂവരങ്ങിലേക്ക് പുറപ്പെട്ടു. നമ്പൂതിരിപ്പാട്, ചെറുശ്ശേരി, ഇപ്പോൾ കുപ്പായം വേണ്ട, ധൂപ്പട്ടി മതി അല്ലേ? ചെറുശ്ശേരി നമ്പൂതിരി, അതെ. നമ്പൂതിരിപ്പാട്, ഗോവിന്ദ, ആ പൊൻകുപിഴടിച്ച വെള്ളിച്ചെല്ലം സ്വർണ്ണപ്പനീർ വീശി ഇതുകൾ എടുക്കണം. സതിരിൽ മുമ്പിൽ അത് വെക്കണം. കേശവൻ നമ്പൂതിരി, പാട്ട് വീണപ്പെട്ടിയിന്മേൽ വെച്ചാണ്, ഒരു കസാലയിന്മേൽ ഇരുന്നിട്ടാണ്, കൈകൊണ്ടാണ് പാട്ട്. സാധാരണ പായ വിരിച്ചിട്ടല്ല ഇവിടെ കണ്ടിട്ടുള്ളത്. നമ്പൂതിരിപ്പാട്, പെണ്ണുങ്ങളെ ഇംഗ്ലീഷ് പഠിപ്പിച്ചാലത്തെ ദുർഘടമാണിതെല്ലാം. കസാലയിന്മേൽ ഇരുന്നിട്ട് പാടാറുണ്ടോ? എന്ത് കഥയാണിത്? പഞ്ചുവോട് പറയൂ. താഴത്തെ പുൽപ്പായിൽ ഇരുന്നിട്ടാണ് ഇന്ന് ഇന്ദുലേഖ പാടേണ്ടത് എന്ന് കറുത്തേടം പറയൂ. കേശവൻ നമ്പൂതിരി, പറയാം. ഈ സംഭാഷണം കഴിഞ്ഞ ഉടനെ നമ്പൂതിരിപ്പാടും പരിവാരങ്ങളും പൂവരങ്ങിലേക്ക് പുറപ്പെട്ടു. നാലുകെട്ടിൽ വന്നു നമ്പൂതിരിപ്പാട് ഒരു കസാലമേൽ ഇരുന്നു. കേശവൻ നമ്പൂതിരി പതുക്കെ ഇന്ദുലേഖയുടെ മാളികയിന്മേൽ കയറി ചെന്നപ്പോൾ പുറത്തളത്തിൻ്റെ വാതിൽ തട്ടിയടച്ചിരിക്കുന്നത് കണ്ടു. കേശവൻ നമ്പൂതിരിക്ക് അപ്പോൾ ഉണ്ടായ ഒരു വ്യസനവും പരിഭ്രമവും ഇന്ന പ്രകാരമെന്ന് പറവാൻ പാടില്ല. ഒന്ന് വിളിച്ചാലോ എന്ന് ആദ്യം വിചാരിച്ചു. സാധു ബ്രാഹ്മണന് ധൈര്യം വന്നില്ല. ഉടനെ അകായിൽ കൂടി തൻ്റെ ഭാര്യയുടെ അറയിൽ വന്നു. ഭാര്യ ഉറങ്ങാൻ ഭാവിച്ചു കിടക്കുന്നു. കേശവൻ നമ്പൂതിരി, ലക്ഷ്മിക്കുട്ടി, ലക്ഷ്മിക്കുട്ടി, ഞാൻ വലിയ അപമാനത്തിലായല്ലോ. ലക്ഷ്മിക്കുട്ടിയമ്മ എഴുന്നേറ്റ് നിന്നു. ലക്ഷ്മിക്കുട്ടിയമ്മ, എന്താണ് അപമാനമായത്? കേശവൻ നമ്പൂതിരി, ഇന്ന് നേമത്തെ പോലെ പാട്ടുണ്ടാവുമെന്ന് വിചാരിച്ച് ഞാൻ നമ്പൂതിരിയെ ക്ഷണിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. ഇന്ദുലേഖ തളത്തിൻ്റെ വാതിൽ തഴുതിട്ട് ഉറങ്ങിയിരിക്കുന്നു. ഞാനിനി നമ്പൂതിരിയോട് എന്തു പറയും? ലക്ഷ്മിക്കുട്ടി അമ്മ, ഉള്ള വിവരം പറയണം, അല്ലാതെ എന്താണ്? പാട്ട് നേമത്തെ പോലെ ഉണ്ടാവുമെന്ന് വിചാരിച്ച് പറഞ്ഞതാണ്. ഇന്ന് പാട്ടില്ലെന്ന് തോന്നുന്നു. ഇന്ദുലേഖയുടെ മാളിക വാതിൽ അടച്ച് അവൾ ഉറക്കായിരിക്കുന്നു. അതുകൊണ്ട് പാട്ട് നാളെയാക്കാമെന്ന് പറയണം. ഇതിലെന്താണ് അപമാനം? കേശവൻ നമ്പൂതിരി, അല്പം ദുർഘടമുണ്ട്. ഞാൻ നമ്പൂതിരിയോട് നേരത്തെ പറഞ്ഞതിൽ അല്പം ദുർഘടമുണ്ട്. അതാണ് ഇപ്പോൾ വിഷമം. ലക്ഷ്മിക്കുട്ടി അമ്മ, എന്താണ് പറഞ്ഞത്? കേശവൻ നമ്പൂതിരി,
അല്പം ദുർഘടമായിട്ട് പറഞ്ഞു പോയി. ഇന്ദുലേഖ നേരത്തെ മാളികയിൽ നിന്ന് ദേഷ്യഭാവത്തോടെ ഇറങ്ങിപ്പോരുമ്പോൾ നമ്പൂതിരിപ്പാട്ടിലേക്ക് സുഖക്കേടുണ്ടാവാതിരിക്കാൻ അല്പം ദുർഘടമായി പറഞ്ഞു പോയി. പാട്ടുണ്ടാവും, 9 മണിക്ക് പാട്ടുണ്ടാവും എന്ന് പറഞ്ഞു പോയി. അത് സഫലമാക്കി തരണം. ലക്ഷ്മിക്കുട്ടി ഒന്ന് മുകളിൽ വന്ന ഇന്ദുലേഖയെ വിളിക്കണം. ലക്ഷ്മിക്കുട്ടി അമ്മ: നല്ല ശിക്ഷ. ഞാനൊരിക്കലും വിളിക്കയില്ല. എന്താണ്, അവളുടെ സ്വഭാവം നല്ല നിശ്ചയമില്ലേ? നമ്പൂതിരിപ്പാട്ടിലേക്ക് പടിപ്പുര മാളികയിൽ എല്ലാം വിരിപ്പിച്ച് വേഗം ഇങ്ങോട്ട് വന്ന് ഉറങ്ങിക്കൊള്ളുകയേ വേണ്ടൂ. എന്തിനാണ് ഇത്രയെല്ലാം ബുദ്ധിമുട്ടുന്നത്? കേശവൻ നമ്പൂതിരി: ഛേ, അങ്ങനെ പാടില്ല. എന്നാൽ ഞാൻ പഞ്ചമേനവനോട് പറഞ്ഞു നോക്കട്ടെ. ലക്ഷ്മിക്കുട്ടി അമ്മ: അങ്ങനെ തന്നെ. കേശവൻ നമ്പൂതിരി പഞ്ചമേനവനെ അന്വേഷിച്ചപ്പോൾ അയാൾ 4 കെട്ടിൽ നമ്പൂതിരിപ്പാടുമായി സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. കേശവൻ നമ്പൂരി തെക്കേ അറയിൽ നമ്പൂതിരിപ്പാട് കാണാതെ നിന്ന് പഞ്ചമേനവനെ കൈകൊണ്ട് മാടി വിളിച്ചു. പഞ്ചമേനവൻ അകത്തേക്ക് ചെന്നു. വിവരങ്ങൾ പറഞ്ഞപ്പോൾ താൻ യാതൊന്നും പ്രവർത്തിക്കയില്ലെന്ന് കോപത്തോടുകൂടി പറഞ്ഞു. പഞ്ചമേനവൻ പിന്നെയും 4 കെട്ടിലേക്ക് തന്നെ പോയി. നമ്പൂതിരിപ്പാടോട് സംസാരിച്ചു കൊണ്ട് നിന്നു. കേശവൻ നമ്പൂരി തെക്കേ അകത്തം വശായി. പിന്നെയും കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്പൂതിരിപ്പാട്: കറുത്തേടം എങ്ങോട്ട് പോയി? കാണാനില്ലല്ലോ. നേരം 10 മണി കഴിഞ്ഞുവല്ലോ. സദർ 9 മണിക്ക് എന്നല്ലേ ആദ്യം വെച്ചിരുന്നത്? ഈ വാക്കു കേട്ടപ്പോൾ കേശവൻ നമ്പൂതിരി "ഞാൻ ഇവിടെ ഉണ്ട്" എന്നും പറഞ്ഞുകൊണ്ട് ഒരു പിശാചിനെ പോലെ പുറത്തേക്കു ചാടി. പഞ്ചുമേനോൻ: പള്ളിക്കുറുപ്പിനെല്ലാം പടിമാളികയിന്മേൽ ശട്ടം ചെയ്തിട്ടുണ്ട്. അടിയന് വയസ്സാണ്, നിൽപ്പാൻ പ്രയാസം. രാവിലെ തിരുമുമ്പാകെ വിടകൊള്ളാം എന്നു പറഞ്ഞ് അകത്തേക്ക് പോയി. പടിമാളികയിലാണോ എനിക്ക് ഉറക്ക് എന്നോർത്ത് നമ്പൂതിരിപ്പാട്ടിലേക്ക് അല്പം ദേഷ്യം തോന്നി. ആട്ടെ, പാട്ടും മറ്റും കഴിഞ്ഞിട്ടല്ലേ ഉറങ്ങേണ്ടു. അപ്പോഴേക്ക് 2-3 മണിയാവും. അത്ര നേരം ഇന്ദുലേഖയുമായി ഒരുമിച്ചിരിക്കാമല്ലോ എന്നോർത്ത് സന്തോഷിച്ചു. നമ്പൂതിരിപ്പാട്: എന്താണ് കറുത്തേടം, താമസം? കേശവൻ നമ്പൂതിരി: താമസമൊന്നുമില്ല. നമ്പൂതിരിപ്പാട്: എന്നാൽ മാളികയിന്മേലേക്ക് പോവുക. ചെറുശ്ശേരി വരൂ. ചെറുശ്ശേരി കുറേ പാട്ട് കേട്ടിട്ട് മടങ്ങി വന്ന് ഉറങ്ങിക്കോളൂ. കേശവൻ നമ്പൂതിരി കുറേ നേരം ഒന്നും സംസാരിപ്പാൻ വയ്യാതെ നിന്നു. ഒടുവിൽ കേശവൻ നമ്പൂതിരി: ഇന്ദുലേഖയ്ക്ക് ശരീരത്തിന് കുറേ സുഖക്കേടാണെന്ന് തോന്നുന്നു. ഉറങ്ങിയിരിക്കുന്നു. മാളികയുടെ വാതിൽ അടച്ചിരിക്കുന്നു. നമ്പൂതിരിപ്പാട്: കറുത്തേടത്തിന് വിളിക്കരുതേ, പോയി വിളിക്കൂ. കേശവൻ നമ്പൂതിരി: വിളിച്ചു. നമ്പൂതിരിപ്പാട്: ഉറക്കെ വിളിച്ചു നോക്കൂ. കേശവൻ നമ്പൂതിരി: ഉറക്കെ വിളിച്ചു. നമ്പൂതിരിപ്പാട്: എന്നിട്ടോ? കേശവൻ നമ്പൂതിരി: വാതിൽ തുറന്നില്ല. നമ്പൂതിരിപ്പാട്: ശരീരത്തിന് സുഖക്കേടാണെന്ന് പറഞ്ഞുവോ? കേശവൻ നമ്പൂതിരി: പറഞ്ഞു. നമ്പൂതിരിപ്പാട്: പാടുക വയ്യ എന്ന് പറഞ്ഞുവോ? കേശവൻ നമ്പൂതിരി: പറഞ്ഞു. നമ്പൂതിരിപ്പാട്: എന്നാൽ മുകളിൽ വെടി പറയാമായിരുന്നുവല്ലോ. വാതിൽ തുറക്കില്ലേ? കേശവൻ നമ്പൂതിരി: തുറക്കില്ലെന്നു തന്നെയാണ് പറഞ്ഞത്. നമ്പൂതിരിപ്പാട്: ഒന്നുകൂടി പോയി നോക്കൂ. ചെറുശ്ശേരി നമ്പൂതിരി: അത് വെടിപ്പില്ല. ദീനം നാളേക്ക് സുഖമാവുമല്ലോ. വല്ല തലവേദനയോ മറ്റോ ആയിരിക്കും. നാളെ ഭക്ഷണം കഴിഞ്ഞ് സതിരാവാം. അതാണ് നല്ലത്. കേശവൻ നമ്പൂതിരി: അതാണ് നല്ലത്, സംശയമില്ല. നമ്പൂതിരിപ്പാട്: കറുത്തേടത്തിൻ്റെ പരിഗ്രഹത്തിന് പാട്ടില്ലേ? കേശവൻ നമ്പൂതിരി: ഇല്ല, അവളും ഉറക്കായിരിക്കുന്നു. നമ്പൂതിരിപ്പാടും ചെറുശ്ശേരി നമ്പൂരിയും പടിമാളികയുടെ മുകളിൽ പോയി. നമ്പൂതിരിപ്പാട്ടിലേക്ക് ലേശം ഉറക്കു വന്നില്ല. ഇന്ദുലേഖയെ തന്നെ വിചാരിച്ച് ഒരു ഭ്രാന്തനെ പോലെ നടന്നും കൊണ്ടിരുന്നു. ഒടുവിൽ ഗോവിന്ദനെ വിളിച്ച് മുറുക്കാൻ ഉണ്ടാക്കാൻ പറഞ്ഞു. ഗോവിന്ദൻ മുറുക്കാൻ എടുത്തുകൊണ്ട് നമ്പൂതിരിപ്പാടോട് പറയുന്നു: പള്ളിക്കുറുപ്പ് ഇന്നലെയും ഉണ്ടായിട്ടില്ല. കുറേ മുമ്പ് 12 അടിക്കുന്നത് കേട്ടു. വല്ല ചൊവ്വല്ലായും ഉണ്ടായാലോ എന്ന് അടിയന് വിചാരം. നമ്പൂതിരിപ്പാട്: വിഡ്ഢി, ആ ഇന്ദുലേഖ ആ മാളിക മുകളിൽ കിടക്കുമ്പോൾ ഇത്ര സമീപത്തിൽ ഇരുന്നും കൊണ്ട് എനിക്ക് എങ്ങനെ ഉറക്കു വരും? ഗോവിന്ദൻ: എന്നാൽ പള്ളിക്കുറുപ്പ് ആ മാളികയിന്മേൽ തന്നെ വേണമെന്ന് അരുളി ചെയ്യാമായിരുന്നില്ലേ? നമ്പൂതിരിപ്പാട്: അത് പറഞ്ഞിട്ട് ഫലമില്ല. ഇന്ദുലേഖ ഇംഗ്രിയസ് മാതിരിക്കാരിയാണ് പോൽ. സമയം നോക്കിയിട്ടേ ചെല്ലാൻ പാടുള്ളൂ. ഗോഷ്ഠിമയം.
ആ പെണ്ണിന് ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഞാൻ നേരത്തെ മുഖത്ത് ആട്ടിപ്പോരുമായിരുന്നു. എന്തൊരു കുറുമ്പാണ്! ആചാരമൊന്നും പറയുന്നില്ല. സമന്മാരോട് പറയും പോലെ എന്നോട് സംസാരിച്ചു. എൻ്റെ മുമ്പിൽ ഇരിക്കണമെന്നുകൂടി താല്പര്യമുണ്ടായിരുന്നു എന്ന് തോന്നുന്നു. പക്ഷേ അതിന് ഞാൻ സമ്മതിച്ചില്ല. എന്നാൽ ഒരു വിഡ്ഢിത്തം എനിക്കും വന്നിട്ടുണ്ട്. നേരത്തെ അവളെ കണ്ട ഉടനെ ഞാൻ വളരെ ഭ്രമിച്ച് എൻ്റെ സ്ഥിതി ഒന്നും ഓർക്കാതെ കുറച്ച് ഘനം വിട്ട് ചില ചാബല്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കുറെ കൂടെ ബുദ്ധിമുട്ടിച്ച് പണം കുറെ പറ്റിക്കണമെന്ന് വിചാരമുണ്ടോ എന്നറിഞ്ഞില്ല. ഞാൻ പൊൻകടിയാൽ കൊടുത്തപ്പോൾ അതിന്മേൽ ബഹുദുരാശ കണ്ടു. വേഗം ഞാൻ ഇങ്ങോട്ട് തന്നെ വാങ്ങി. അത്ര വേഗം ഇതൊന്നും എന്നോട് പറ്റുകയില്ല. പൊൻകടിയാൽ മടക്കി വാങ്ങിയത് കൊണ്ടോ നീ നേരത്തെ ശ്ലോകം കൊണ്ടുചെന്നപ്പോൾ വാങ്ങാഞ്ഞത് എന്ന് എനിക്കൊരു ശങ്ക. പക്ഷേ ആ ഗടിയാൽ കൊടുത്തു കളയാം. എനിക്ക് ബഹുമോശം ഗോവിന്ദ. ഇങ്ങനെ ഒരു മോഹം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാലും നാളെ ഞാൻ കാണുമ്പോൾ നല്ല ഘനം നടിക്കാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. ഒരു സുഖമില്ല, മനസ്സിന് ലേശം സുഖമില്ല. വരണ്ടിയിരുന്നില്ല എന്ന് തോന്നുന്നു. അങ്ങട്ട് ഇന്ദുലേഖയെ കൂടാതെ പോവുന്നതും ബഹു അവമാനം. മഹാവിഡ്ഢി കറുത്തേടത്തിൻ്റെ എഴുത്തു പ്രകാരം വന്നു. ഇപ്പോൾ ചെണ്ട കൊട്ടാറായി എന്ന് തോന്നുന്നു. മോശം, മോശം, മഹാമോശം. ഇതെല്ലാം പറയുന്നത് ഗോവിന്ദൻ സ്വസ്ഥമായി കേട്ടു. വെറ്റില മുറുക്കാൻ ഉണ്ടാക്കിക്കൊടുത്തു കഴിഞ്ഞ ശേഷം സാധാരണ സമ്പ്രദായ പ്രകാരം നമ്പൂതിരിപ്പാട്ടിലെ അടുക്കി നിന്ന് പറയുന്നു. ഗോവിന്ദൻ: അടിയൻ ഒന്ന് ഉണർത്തിക്കാനുണ്ട്. സമ്മതമുണ്ടെങ്കിൽ ഉണർത്തിക്കാം. നമ്പൂതിരിപ്പാട്: പറയൂ പറയൂ, ഉറക്കം എനിക്ക് ലേശം വരുന്നില്ല, പറയൂ. ഗോവിന്ദൻ: ഇന്ദുലേഖയ്ക്ക് രഹസ്യമായിട്ട് വേറെ ഒരു വിദ്വാനുണ്ടത്രേ. അവനുമായിട്ട് വലിയ ഇഷ്ടമാണത്രേ. ദുർനടപ്പുകാരിയാണ് ഇവൾ എന്നാണ് അടിയന് തോന്നിയത്. പിന്നെ കുറുമ്പും കലശൽ തന്നെ. ഇംഗ്ലീഷും മറ്റും വളരെ പഠിച്ചിരിക്കുന്നത് കൊണ്ട് ആ സമ്പ്രദായവും കൊണ്ട് മനക്കിലേക്ക് ചെന്നാൽ അവിടെ പിടിക്കാൻ പ്രയാസം. സമ്പ്രദായം ഇനി മാറ്റാനും പ്രയാസം. ഇവിടെ പൂവള്ളി വീട്ടിൽ പഞ്ചമേനവൻ്റെ മരുമകളായിട്ട് ഒന്നാന്തരം ഒരു കുട്ടിയുണ്ട്. അടിയൻ വൈകുന്നേരം അമ്പലത്തിൽ വന്ന് പോവുന്നത് കണ്ടു. അതിന് ഇംഗ്ലീഷും മറ്റും ഇല്ല. നല്ല പ്രകൃതമാണെന്ന് എല്ലാവരും പറയുന്നു. ആ പെണ്ണിന് തിരുമനസ്സിലെ കണ്ടാൽ ബോധിക്കും. സാധിക്കാനും പ്രയാസമില്ല. അതുകൊണ്ട് അതിന് ഉത്സാഹിക്കുന്നതാണ് നല്ലത് എന്ന് അടിയന് തോന്നുന്നു. ഇനി തമ്പുരാൻ്റെ തിരുമനസ് പോലെ. നമ്പൂതിരിപ്പാട്: ഹാ രസിക, ഗോവിന്ദ, മിടുക്കനാണ് നീ, മിടുമിടുക്ക, കേമ. ഇപ്പോൾ എനിക്ക് സുഖക്കേട് വളരെ തീർന്നു. ഈ കുട്ടിക്ക് ഇംഗ്ലീഷ് ഇല്ല, നിശ്ചയം തന്നെ അല്ലേ? ഗോവിന്ദൻ: അശേഷമില്ല, പാവമാണ്, നല്ല സ്വഭാവം. ഇന്ന് അമറേത്ത് കഴിക്കുമ്പോൾ 2 നേരവും ഉത്സാഹിച്ചു കൊണ്ടിരുന്ന ശീനുപ്പട്ടരുടെ മകളാണത്രേ. നമ്പൂതിരിപ്പാട്: ആട്ടെ, കണ്ടാൽ അതിസുന്ദരിയോ? ഗോവിന്ദൻ: അതിസുന്ദരിയാണ്. നമ്പൂതിരിപ്പാട്: എന്നാൽ എനിക്ക് അത് സമ്മതം. ഈ അധിക പ്രസംഗി ഇന്ദുലേഖയെ കെട്ടിവലിച്ചു കൊണ്ട് പോയാൽ തന്നെ 2 ദിവസം ശരിയായിട്ടിരിക്കയില്ല. ഗോവിന്ദൻ: അരുളി ചെയ്തത് ശരിയാണ്. നമ്പൂതിരിപ്പാട്: എന്നാൽ ശീനുപ്പട്ടരെ ഇപ്പോൾ തന്നെ വിളിക്കൂ. ഗോവിന്ദൻ: വരട്ടെ, ബന്ധപ്പെടേണ്ട, വെളിച്ചമാവട്ടെ. നമ്പൂതിരിപ്പാട്: എന്നാൽ കുട്ടിയെ ഒന്ന് എനിക്ക് കാണാമോ രാവിലെ? ഗോവിന്ദൻ: ധാരാളമായിട്ട് കാണാം. ഗോവിന്ദനുമായിട്ടുള്ള ഈ സംവാദം കഴിയുമ്പോഴേക്ക് പ്രഭാതമായി. എങ്കിലും നമ്പൂതിരിപ്പാട് ക്ഷീണം കൊണ്ട് കുറെ ഉറങ്ങിപ്പോയി.